അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, എന്ന് പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, നമ്മൾ വിശുദ്ധമായ റമദാൻ മാസത്തിൽ 17-ാം രാവിൽ പോലും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് യാസീൻ ഓതാറുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, ആവേശത്തോടുകൂടി ചരിത്രങ്ങൾ കേട്ടിരുന്ന, അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ചു പോന്നിരുന്ന ഒരു മഹത്തുക്കളുണ്ട്. ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാണ് ബദരീങ്ങൾ. ആ ബദരീങ്ങളും അള്ളാഹുവിന്റെ മലായിക്കത്തുകളുമായി ചൊല്ലിയ ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ കൂടി നിങ്ങളോട് പറഞ്ഞു തരുന്നത്. പ്രിയമുള്ള മോമിനിയങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് ദുർഘടമായ ഒരു അവസ്ഥകളുണ്ടെങ്കിലും നമുക്ക് ചാടിക്കടക്കാൻ കഴിയുന്നില്ല, നമുക്കത് ഒരിക്കലും അത് കടന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആദരിച്ചു പോകുന്ന, ബഹുമാനിച്ചു പോകുന്ന ബദരീങ്ങള്, ശുഹദാക്കള്, ആ ശുഹദാക്കളും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരും ചൊല്ലിയിരുന്ന ദിക്റാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നു വരാത്ത ആരും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ബദരീങ്ങൾ ചൊല്ലിപ്പോയിരുന്ന ദിക്റാണ് ഏറ്റവും മഹത്തായ ഒരു ദിക്റാണ്. 3 ദിക്റുകളാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ആ 3 ദിക്റ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഏത് ദുർഘടമായ ഒരു അവസ്ഥയാണോ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്, അത് ചാടിക്കടക്കാൻ നമ്മൾക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലേ, ഒരുപാട് ദുർഘടമായ വഴിയിൽ കൂടി നമ്മൾ സഞ്ചരിക്കാറുണ്ട്. പലർക്കും ഒരൊറ്റ ചെറിയതായ കയറിനകത്തിൽ പോലും അവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, അവസാനിപ്പിക്കുന്ന കുടുംബങ്ങളുണ്ട്. അല്ലാഹു തആല അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈമാൻ ഒരു പ്രാവശ്യമെങ്കിലും തെറ്റിപ്പോയാല്, ഈമാൻ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തെറ്റിപ്പോയാല് അങ്ങനെയുള്ള കടും ക്രൂരതകൾ ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും. അത്രത്തോളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരുപാട് ദാരിദ്ര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ ബദരീങ്ങൾ ചൊല്ലിയതായ ദിക്റുണ്ടല്ലോ, ആ ദിക്ർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നോക്ക്. ഏത് ദുർഘടമാകുന്ന അവസ്ഥകളുണ്ടെങ്കിലും അത് ചാടിക്കടക്കാൻ നമുക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നതാണ്. അള്ളാഹുവേ, ബദരീങ്ങളുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. 313 ബദരീങ്ങളുമായി ബദറിന്റെ രണാങ്കളത്തിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുമ്പോ ബദരീങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? പേക്കോലം പോലെ, അസ്ഥിപഞ്ചരം പോലെ ഇരിക്കുന്ന ബദരീങ്ങളായിരുന്നില്ലേ? നോമ്പ് പിടിച്ചിട്ട് അല്ലാഹുവേ ശരീരം മുഴുവനും അതാ തേഞ്ഞിരിക്കുകയാണ്. ക്ഷീണിച്ചു പോകുന്ന പേക്കോലങ്ങളെ പോലിരിക്കുന്ന ബദരീങ്ങള് ഒന്നിനും കഴിവില്ലാത്തവരായി കയ്യിലിരിക്കുന്ന വാളുകളോ നുരമ്പിച്ചു പോയ വാളുകളാണ്. ആ വാളുകളുമായിട്ടാണ് അവർ നിൽക്കുന്നത്. ശത്രുക്കൾ മുഴുവനും വലിയ ആയുധധാരികളായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. അവർ ആർജവത്തോടെ ഇൻഖിലാബ് വിളിക്കുമ്പോ ബദരീങ്ങൾ ഇവിടെ വിറയ്ക്കുകയാണ്. എങ്ങനെയാണ് നബി അവരോട് നമ്മൾ നേരിടുന്നത്? എങ്ങനെയാണ് നബി അവരോട് നമ്മൾ നേരിടുന്നത്? അവരത്രത്തോളം സൈന്യങ്ങളുണ്ടല്ലോ നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബദരീങ്ങൾ വന്നുകൊണ്ട് ആവലാതി പറയുകയാണ്. ആ സമയത്ത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിമുസ്സലാത്തു വസ്സലാം അവിടെ വരികയാണ്. ബദറിന്റെ രണാങ്കളത്തിൽ വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന, നബിയേ ഭയപ്പെടണ്ട നബിയേ, ഭയപ്പെടണ്ട. അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാണ് നബിയേ, അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാണ്. എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ്, നിങ്ങൾ പേടിക്കണ്ട എന്ന് എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊരു ദിക്ർ ചൊല്ലിക്കോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
വഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. അതാരു 3 ദിക്റുകൾ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് പറയുകയാണ്. സഹാബത്ത് മുഴുവനും പേടിച്ചു വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താ ശത്രുപക്ഷത്ത് നിൽക്കുന്നവര്? 10,000 വരുന്ന ജനങ്ങളാ ഉള്ളത്. എല്ലാം തടിച്ചു കൊഴുത്തു നിൽക്കുന്നവരാണ്. അല്ലാഹുവേ, ആയുധധാരികളായിട്ട് കടന്നു വന്നവരാണ്. അവരെ കണ്ടുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് സഹാബത്ത് മുഴുവനും വിറങ്ങലിച്ചു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ സഹാബത്തിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. സഹാബാ, പേടിക്കേണ്ട സഹാബ, നിങ്ങൾ പേടിക്കേണ്ട സഹാബ, അല്ലാഹു നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ സഹാബത്തിനോട് പറയുന്നു, ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് നിൽക്കൂ, ഈ ദിക്റുമായിട്ട് നിങ്ങൾ നിൽക്കൂ. ലാ ഹൗല വലാ ഖുവ്വ ഇല്ലാ ബില്ലാഹ്. ഈ ദിക്ർ അങ്ങോട്ട് ബദരീങ്ങൾ അങ്ങോട്ട് ചൊല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, അതാ വാനലോകത്ത് നിന്നും അതാ ലക്ഷക്കണക്കിന് വരുന്ന അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരിറങ്ങുകയാണ്. ലക്ഷത്തിൽ പരം വരുന്ന മലായികത്തുകൾ അവിടെ ഇറങ്ങുകയാണ്. ബദറിന്റെ രണാങ്കളത്തിൽ ഇറങ്ങുകയാണ്. ബദരീങ്ങൾക്ക് സന്തോഷമാവുകയാണ്. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാ ഇവരുടെ നേരിടുന്നതെന്ന് വല്ലാതെ ഖേദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവേ, 10,000 വരുന്ന ശത്രു സൈന്യത്തെ എങ്ങനെയാണ് നേരിടുന്നത്? അല്ലാഹുവേ, നല്ല ആയുധങ്ങൾ പോലും ഇല്ലല്ലോ, കയ്യിലിരിക്കുന്ന നുരമ്പിച്ചു പോകുന്നതാകുന്ന വാളുകളല്ലാതെ വേറൊന്നുമില്ലല്ലോ എന്ന് സഹാബത്ത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ ഭയപ്പെട്ടുകൊണ്ട് വിറച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ ദിക്ർ അങ്ങോട്ട് പറയുന്നത്. ആ ദിക്ർ അങ്ങോട്ട് പറഞ്ഞ മാത്രയില് അതാ റഹ്മത്തിന്റെ മാലാഖമാരവിടെ ഇറങ്ങുകയാണ്. ബദരീങ്ങളെ സഹായിക്കുകയാണ്. അല്ലാഹുവേ, ഉച്ചത്തിൽ അതാ ബദരീങ്ങൾ വിളിച്ചു പറയുന്നു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ സഹാബത്തിനോട് വേറൊരു ദിക്റും കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരിമാരോട്, എടാ ചെറുപ്പക്കാരാ, നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ കടന്നു വരികയില്ലേ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ കടന്നു വരികയില്ലേ? എന്തേ നിന്റെ നാവൊന്ന് ചലിപ്പിക്കാത്തത്? എന്തേ നിന്റെ നാവൊന്ന് ചലിപ്പിക്കാത്തത്? അല്ലാഹുവിന്റെ ദിക്ർ പറഞ്ഞുകൊണ്ട് നിന്റെ നാവൊന്ന് ചലിപ്പിച്ചുകൂടെ? അല്ലാഹു നിനക്ക് ഹൈറായ മാർഗം കാണിച്ചു തരുന്നതാ. അല്ലാഹു നിനക്കൊരു വാതിൽ തുറന്നു തരുന്നതാണടാ പൊന്നുമോര്. അല്ലാഹുവേ, എത്ര മണിക്കൂറുകളാണ് നമ്മൾ മൊബൈൽ നോക്കിയിരിക്കുന്നത്? എത്ര മണിക്കൂറുകളാണ് നമ്മൾ തേച്ചു മാച്ച് കളയുന്നത്? എന്നിട്ട് പോലും നിന്റെ നാവ് കൊണ്ടൊന്ന് ദിക്ർ ചൊല്ലാ ഇതുവരെയും ഒന്ന് കഴിഞ്ഞിട്ടില്ലല്ലോ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകര് സഹാബത്തിനോട് മലക്കുകളെ ഇറക്കി സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വെറുതെ നിൽക്കാനല്ല പറഞ്ഞത്, വെറുതെ നിൽക്കാനല്ല പറഞ്ഞത്. നിങ്ങളുടെ നാവ് കൊണ്ട് ചൊല്ലിക്കോ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. എന്നിട്ടതാ ഒരു മൂന്നാമതൊരു ദിക്ർ പറഞ്ഞു കൊടുക്കുന്നു. ഈ ദിക്റും കൂടി ചൊല്ലിക്കോ, യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം. ഈ
ദിക്റും കൂടി ചൊല്ലിക്കോ. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നൂലാമാലകളിലും ഇടപെട്ടുകൊണ്ട് അല്ലാഹുവേ പ്രശ്നങ്ങളതാ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ അല്ലാഹുവിനോട് നല്ലതുപോലെ ദിക്റ് ചൊല്ലിക്കോ ചെറുപ്പക്കാരോ. അല്ലാഹുവേ 313 പേരാകുന്ന ബദരീങ്ങളുണ്ടല്ലോ, അല്ലാഹു അവർക്ക് പവർ കൊടുത്തില്ലേ, അല്ലാഹു അവർക്ക് വലിയ ഔദാര്യങ്ങൾ കൊടുത്തില്ലേ, അല്ലാഹുവിന് അനുഗ്രഹങ്ങൾ കൊടുത്തില്ലേ. അവരതാ വലിയൊരു കടമ്പയാണ് ചാടിക്കടന്നു പോയത്. അവരെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ജീവിതത്തിൽ ഈ ദിക്ർ അങ്ങോട്ട് പതിവാക്കിക്കോ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും അല്ലാഹു തആല നിനക്കത് സലാമത്തിലാക്കി തരുമെന്ന് അതാ മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബദരീങ്ങളെ ചൊല്ലിയ മലായിക്കത്തുകൾ ചൊല്ലിയ ദിക്ർ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ അങ്ങോട്ട് പകർത്തണം. ഒരുപാട് പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാണ്, ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു തആല അത് പരിഹാരമാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ ചൊല്ലുന്നതല്ല, ജീവിതത്തിൽ ഉടനീളം നമുക്കത് കൊണ്ടുവരാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ക്ലാസ് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹുവേ അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, കടങ്ങൾ നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, വീടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ സുന്ദരമാകുന്ന ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവേ നീ ഒരു വീട് കൊടുക്കണേ അല്ലാഹ്. നാളെ പാരത്രികമായ ലോകത്തില് അതിലും മനോഹരമായ വീട് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ, അല്ലാഹുവേ ക്യാൻസർ ഉള്ളവരുണ്ട്, ട്യൂമർ ഉള്ളവരുണ്ട് അല്ലാഹ്, കിഡ്നി സംബന്ധമായ രോഗമുള്ളവരുണ്ട് അല്ലാഹ്, ദിവസത്തിൽ എപ്പോഴും തലവേദന എടുത്തുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും രോഗം പിടിച്ചുകൊണ്ട് ലക്ഷങ്ങൾ വേണമെന്ന് പറയുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാഹ്, നീ പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാഹ്. അങ്ങനെയുള്ള എല്ലാ ആപത്ത് മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. പ്രവാസികളായിട്ടുള്ള പ്രവാസി ജീവിതം നയിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, സഹപാഠികളുണ്ട്. അല്ലാഹുവേ അവരുടെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവരുടെ ജോലിയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജോലിയിൽ നീ ഖൈർ നൽകണേ അല്ലാഹ്. അവരെ അവിടെ വെച്ചുകൊണ്ട് റബ്ബേ അപകടത്തിൽപ്പെടുത്തല്ലേ അല്ലാഹ്, അപകടത്തിൽപ്പെടുത്തല്ലേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ്, ജീവിതത്തിൽ അല്ലാഹുവേ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളോട് വിട പറഞ്ഞു പോയ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, കൂട്ടുകുടുംബാദികളുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ ഉസ്താദന്മാരുണ്ട് അല്ലാഹ്, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.